പരിപാലിക്കുന്നവനുമാകുന്നു. അങ്ങയാരാധിക്കുവാനും പോറ്റുവാനും ഞങ്ങൾക്ക് കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവദായകമായ ദിവസന്ദേശം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി സ്നേഹവും ശരണവും ഞങ്ങൾ. അതിനാൽ തിരുസഭ മിശിഹായ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യത്തിലും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണം. ഭർത്താക്കന്മാരെ, മിശിഹ തന്റെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുകയും സ്വന്തം ശരീരത്തെ എന്നവണ്ണം നിങ്ങൾ അവരെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെ സ്നേഹിക്കുന്നത്. സ്വന്തം ശരീരത്തെ ആരും ഒരിക്കലും വെറുക്കുകയില്ല. മിശിഹ തന്റെ സഭയെ എന്ന പോലെ ഓരോരുത്തരും അതിനെ തീറ്റിപ്പോറ്റുന്നു. നാം മിശിഹ ശരീരത്തിലെ അവയവങ്ങളാണല്ലോ. അതുമൂലം പിരിയൊരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഈശ്വരത്തില് പറന്നു നടക്കുക. അവർക്ക് രണ്ട് ചിറകുകളുള്ളതുകൊണ്ടാണ് അവർക്ക് പറക്കുവാനായിട്ട് സാധിക്കുക. ഏതെങ്കിലും ഒരു ചിറകിന് എന്തെങ്കിലും ക്ഷതം സംഭവിച്ചാൽ അവർക്ക് പറക്കുവാൻ സാധിക്കില്ല. അവർ താഴത്തെ പറക്കില്ല. അതുപോലെ തന്നെ നാം വിമാനം കണ്ടിട്ടുണ്ട്. അവ മുകളിലെ ആകാശത്തില് പറക്കുകയാണ്. പത്രത്തില് വായിക്കുവാൻ സാധിക്കും. നമുക്ക് വിമാനത്തിന്റെ ഒരു ചിറകിനെ കഴിവരിച്ചു വിമാനം അത്യാവശ്യം താഴ്ത്തോട്ട് ഇറക്കിയ. അപ്പോൾ ഏതെങ്കിലും ഒരു ചിറകിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വിമാനവും താഴ്ത്തോട്ട് ഇറക്കുക. വിവാഹവും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. ഭാര്യയും ഭർത്താവുമാകുന്ന രണ്ട് ചിറകുകളിലൂടെയാണ് വിവാഹ ജീവിതം, ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകുക. ഏതെങ്കിലും ഒരാൾക്ക് ഭാര്യയ്ക്കോ ഭർത്താവിനോ എന്തെങ്കിലും സംഭവിച്ചാൽ ആ വിവാഹ ജീവിതത്തിലെ കുടുംബ ജീവിതത്തിലെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ഉപരിയായിട്ട് സമർപ്പണ മനോഭാവത്തോടു കൂടിയ വീഞ്ഞ തദേവൂസിനും തദേവൂസ് വീഞ്ഞയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പരസ്പരമില്ലായ്മ ചെയ്തുകൊണ്ട് ജീവിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആശംസിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ വീഞ്ഞയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ അതേപോലെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഇതിന്റെ സാക്ഷികളാണ്. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വിവാഹത്താൽ നിങ്ങളെ ബന്ധിക്കുകയും സ്വർഗീയ വരങ്ങൾ നൽകി നിങ്ങളെ ക്ലേശങ്ങൾ സന്തോഷം സഹിക്കുവാനും അങ്ങനെ അഭീഷ്ടമനുസരിച്ച് ജീവിക്കുവാനും എന്നെ സഹായിക്കട്ടെ. കൃപാവചന വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാഞ്ഞവനായ കർത്താവെ മന്ത്രോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി അങ്ങേ ധരിക്കുവാൻ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. ലോകത്തെ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന് വസ്ത്രമണിയുവാൻ ഇവർക്ക് ഇടയാകട്ടെ.
ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏകമനസ്സായി ജീവിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങൾ ഈ വാഗ്ദാനം വിശുദ്ധമായ നിമിഷത്തിൽ വിശുദ്ധഗന്ധം സാക്ഷിയാക്കി ദൈവത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ കർത്താവേ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കാം. സഭയെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവാനും ത്യാഗപൂർണ്ണമായ ജീവിതം വഴി പരസ്പരം ആശ്വസിപ്പിക്കുവാനും മരണം വരെ വിശ്വസ്തരായി ജീവിക്കുവാനും ദാരിദ്ര്യത്തിൽ കൊടുത്തു നിൽക്കുവാനും സകലത്തിലെയും നാഥനായ ദൈവത്തിന്റെ കൃപാസമുദ്രങ്ങളുടെയും പാപങ്ങളുടെയും കരാക്കടയും കളയട്ടെ. ദൈവമേ പരിശുദ്ധമാകവരുടെ വിഷയത്തോടെ പഠിപ്പാവരുടെ സാക്ഷിയോടും കൂടെ അങ്ങനെ പരിപാടിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതേ. ആധ്യാത്മികവും മാനുഷികമായ യഥാർത്ഥ വിശ്വാസം അർപ്പിക്കുവാൻ ഞങ്ങൾ ഞങ്ങളുടെ കർത്താവായ ദൈവം ഇടുന്നു. അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും പ്രദത്തിയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവെ ആശീർവദിക്കണമേ. എന്റെ സഹോദരന്റെ ഈ കുർബാന അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടെ പറഞ്ഞ വിശ്വാസത്തോടുകൂടി പരികരണം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും പ്രദത്തിയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ.
എന്തുകൊണ്ടെന്നാൽ അത് ലോകത്തെയും അതിലുള്ള സകല